ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ് പറയാമി. ഹായ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? ഈദ് മുബാറക് ടോൾ ലാമി പറയൂ. ഈദ് മുബാറക് പറയൂ. ഈദ് മുബാറക് പറ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നില്ലേ ആമിക്കുട്ടി ഉറങ്ങി നീട്ടിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോ കുറച്ച് കഥയൊക്കെ പറയാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഏത് കഥയാ പറയാൻ പോണേ? പ്രേതകഥയാണ് കേട്ടോ. പക്ഷെ നമ്മൾ പ്രേതകഥയല്ല കേട്ടോ. ആമി ഇന്നലെ സ്വപ്നം കണ്ട് എന്തോ പാമ്പിനെ കുഴിന്ന് കണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞുതരുമോ എങ്ങനെയാണെന്നുള്ളത്? എങ്ങനെ? അമ്മു ആമിയും കൂടി പറ. അമ്മു ആമിയും കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു കുഴിയിൽ പാമ്പിനെ കണ്ടോ? എന്നിട്ടോ കൊത്താൻ നിന്നപ്പോ അച്ഛനെ വിളിച്ചു. ഓക്കെ. എന്നിട്ടോ അച്ഛൻ ഓടി വന്നോ? എന്നിട്ടോ പാമ്പ എവിടെ ചോദിച്ചോ? എന്നിട്ടോ കുഴിയിൽ കാണിച്ചു കൊടുത്തോ പാമ്പിനെ? എന്നിട്ടോ പാമ്പിനെ പിടിച്ചോ? അച്ഛൻ പാമ്പിനെ പിടിച്ചോ? പിടിച്ചു കിട്ടോ. അപ്പൊ ഇന്നലെ സ്വപ്നം കണ്ടതാണ് ആമിമോള്. ആമിയും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുഴിയിൽ പാമ്പിനെ കണ്ട് ഇങ്ങനെ അമ്മൂന്റെയും അമ്മീന്റെയും വയ്യാലെ പാമ്പ് കൊത്താൻ വേണ്ടി വന്നപ്പോ ആമിക്കുട്ടി അച്ഛനെ വിളിച്ചില്ലേ? അപ്പൊ അച്ഛൻ ഓടി വന്നിട്ട് പാമ്പിനെ പിടിച്ച്. ഇതാണ് ഇന്നലെ സ്വപ്നം കണ്ടത് തോന്നുന്നത്. രാവിലെ തൊട്ട് ഇതാണ് പറയുന്നത് അല്ലേ? ഓക്കെ. ആമിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുത്തേട്ടെ അമ്മ. കഥ തന്നെ മതി. എന്ത് കഥയാ പറയണ്ടേ? ഒരു സൂത്രക്കാരൻ കുറുക്കന്റെ കഥ വന്നിട്ടെ. കള്ളന്റെ കഥ പറയാം. ഓക്കെ ഓക്കെ കേട്ടോ. ഒരു ദിവസമില്ലേ ആമിയും അമ്മയും കൂടി ഇങ്ങനെ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കള്ളം വരും. കള്ളം വന്നിട്ട് അടുക്കളന്റെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഉള്ളിൽ കേറിയിട്ട് എന്താ മോഷ്ടിച്ചേ? ആമി പറയും. എന്താ കള്ളം കൊണ്ടുപോയേ? എന്താ കൊണ്ടുപോയേ? ഉപ്പ്. അപ്പൊ ഉപ്പ് കള്ളം കൊണ്ടോണത് കണ്ടിട്ട് ആമിക്കുട്ടി ഇങ്ങനെ എണീറ്റ് വരും ഉറക്കത്തുനിന്ന്. അപ്പൊ ആമിക്കുട്ടി കള്ളനെ കണ്ട എന്താ ചെയ്യാ? അമ്മുവാണോ കണ്ടത് കള്ളനെ? എന്നോ? അപ്പൊ അമ്മു ചേച്ചി കള്ളനെ കണ്ടു. അപ്പൊ എന്താ ഉണ്ടായത്? കള്ളനെ കൊന്നു അമ്മു ചേച്ചി അല്ലേ? ആമിയാണ് കൊന്നത് കേട്ടോ. ആമിയാണ് കൊന്നത് കള്ളനെ. അതെങ്ങനെ കൊന്നത്? ചവിട്ടി കൊന്നു കേട്ടോ കള്ളനെ. പിന്നെയോ? കൊന്നു. അപ്പൊ വേറൊരു കള്ളം വന്നു കേട്ടോ. വേറൊരു കള്ളം വന്നപ്പോ ആമിക്കുട്ടി എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് ഞങ്ങളെ ചൂലിന്റെ ഒരു വടി ഉണ്ട്, ആ വടി എടുത്ത് വന്നു അല്ലേ? അപ്പോഴേക്കും ആമിക്കുട്ടീന്റെ അച്ഛൻ പോയിട്ട് വല എടുത്ത് കൊണ്ടുവന്നിട്ട് കള്ളന്റെ മേത്തേക്ക് വലയിട്ട്. എന്നിട്ട് ആമി അടിച്ചോ കള്ളനെ? എങ്ങനെ അടിക്കുക? അത് വടിയേറ്റ്, ചൂലിന്റെ വടിയേറ്റ് അടിച്ചോ? എത്ര അടി കൊടുത്തു? 5 അടി കൊടുത്തിട്ട് കള്ളനെ വലയിലാക്കിയിട്ട് ഞങ്ങൾ എവിടെ പൂട്ടിട്ടതെന്ന് അറിയാം? എവിടെ പൂട്ടിട്ടത് ആമി? കള്ളൻ എവിടെ പൂട്ടിട്ടത്? അച്ഛമ്മേന്റെ റൂമിൽ പൂട്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് ആരെ വിളിച്ചത്? പോലീസിനെ. അങ്ങനെ പോലീസ് ഓടി വന്ന് ആമിക്കുട്ടി വിളിച്ചപ്പോ പോലീസ് ഓടി വന്നിട്ട് എവിടെ കള്ളന്ന് വെച്ച്. അപ്പൊ ആമി എവിടെയാ പറഞ്ഞു കൊടുക്കുക? റൂമിലുണ്ട്. എന്നിട്ട് പതുക്കെ റൂം തുറന്നിട്ട് കള്ളനെ പോലീസ് പിടിച്ചിട്ട്. പോലീസിന്റെ വണ്ടി ഏതാ? ബസ്സാണ് അത്ര. പക്ഷെ പോലീസിന് ജീപ്പാണോ കേട്ടോ പൊന്നോ. ജീപ്പിൽ ഇട്ടുങ്ങാണ്ട് കള്ളനെ കൊണ്ടുപോയിട്ട് ടിഷു 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 എന്ന് കുത്തും. അപ്പൊ കള്ളൻ പറയും, അയ്യോ എന്റെ കുത്തല്ലേ, അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ, ഞാൻ കുറച്ച് ഉപ്പല്ലേ എടുത്തിട്ടുള്ളൂ പറയും. അപ്പൊ ആമി എന്താ പറയാ? പാവം പറയോ അതോ എല്ലാം കുത്തണം പറയോ? എന്താ പറയാ? കുത്തണം പറയോ? അപ്പൊ കുട്ടി ക്ഷമിക്കാൻ തയ്യാറല്ല, കുത്തണം, കള്ളനെ കുത്തണം അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കള്ളനെ കുത്തി ആമീന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് ഉപ്പ് തിരിച്ചു തരാൻ പറയില്ലേ? അങ്ങനെ കള്ളൻ ഉപ്പൊക്കെ തിരിച്ചു തരും. ആമിക്കുട്ടിക്ക് സന്തോഷാകും. ഉപ്പ് കിട്ടിയ സന്തോഷാകുവോ? എന്നാ ചിരിച്ചാണോ? അപ്പൊ ബൈ പറഞ്ഞാളെ. ഈ കഥ എത്രയുള്ളൂ പറഞ്ഞാളെ. ബൈ പറ. ബൈ.
ഇനിയും കഥയോ? അയ്യോ, തൽക്കാലം നമുക്ക് ഇവിടെ ടാറ്റ പറയുന്നുണ്ട്. അമ്മ വേറെ കഥ പറഞ്ഞുതരാം. ഓക്കെ, ടാറ്റ പറയൂ. ടാറ്റ, ബൈ.